ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡോറാമൂൺ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് ഡേസി ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഡേസി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ബ്ലൂ കളർ പൈപ്പ് ക്ലീനേഴ്സ് ആണ്. ഒരു പൈപ്പ് ക്ലീനർ വെച്ച് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. പൈപ്പ് ക്ലീനേഴ്സ് ചുറ്റാൻ വേണ്ടി നമുക്കൊരു പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുക്കണം. പൈപ്പ് ക്ലീനറിൻ്റെ ഒരു എൻഡിലെ കുറച്ച് ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ വിട്ടതിന് ശേഷം നമ്മൾ ചുറ്റാൻ തുടങ്ങണം. നമ്മളൊരു 5 പെറ്റലാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഒരു 5 പ്രാവശ്യം ചുറ്റിയാൽ മതി. ഓക്കെ, 3, 4, 5. ഞാനിപ്പോൾ വീഡിയോയിൽ 5 ടൈംസ് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 എൻഡ്സിലും കുറച്ചിങ്ങനെ ബാക്കി വന്നിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് ഷോർട്ട് എൻഡും ഒരു ലോങ് എൻഡും. പിന്നെ സ്ക്വീസ് ചെയ്യുക, വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് അടുപ്പിക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ആ ഷോർട്ടായിട്ടുള്ള എൻഡ് ലോങ്ങിലോട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുക. ഇനി അത് പെന്നിൽ നമ്മൾ ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമ്മളത് ബെൻഡ് ചെയ്യുക. ഓക്കെ, ബെൻഡ് ചെയ്തൊരു സ്റ്റെം ആക്കി മാറ്റാനാണ് ലോങ് ആയിട്ടുള്ള സൈഡ്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ ഓരോരോ പെറ്റൽസായിട്ട് പതുക്കെ അകത്തി മാറ്റുക. അപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റാർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ പെറ്റലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. ഓരോ പെറ്റലും ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാം 5 പെറ്റലും ട്വിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർ ഒരു ഫ്ലവർ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മടക്കി ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻവേർഡായിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം വിടർന്ന് നിൽക്കുന്ന പോലെ ഈ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു യെല്ലോ പൈപ്പ് ക്ലീനർ എടുത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഒരു റൗണ്ടായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറിന് നടുക്ക് വെക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ച് അതിൻ്റെ നടുക്കായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ്. സോ ഈ ഗ്രീൻ ടേപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെം പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഫ്ലവറിൻ്റെ സ്റ്റെം പോർഷനിൽ ഗ്രീൻ ടേപ്പ് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. പിന്നെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് നീട്ടിയിട്ട് വേണം നമ്മളത് ഒട്ടിക്കാൻ തുടങ്ങാൻ. കാരണം അങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ടേപ്പ് നന്നായിട്ട് സ്റ്റിക്ക് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ വിത്ത് സ്റ്റെം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മൾട്ടിപ്പിൾ ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു ഗ്രീൻ സ്റ്റെമ്മാണ്, ഒരു ലോങ് സ്റ്റെം. അതിലോട്ടാണ് നമ്മൾ ഈ ഓരോ ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ പൈപ്പ് ലൈനറാണ്, നമുക്ക് ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടി. മൾട്ടിപ്പിൾ ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലീവ്സ് ഇതിനകത്ത് വേണ്ടി വരും. അപ്പം ഒരു പൈപ്പ് ക്ലീനർ ഗ്രീൻ എടുത്ത് അതിൻ്റെ സൈഡ് ജസ്റ്റ് ലീഫ് സ്ട്രക്ചർ ആക്കാൻ വേണ്ടി ഒരു ട്രയാങ്കുലർ ഷേപ്പ് പോലെ 2 സൈഡും ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ ലീവ്സും പല സൈസിൻ്റെ ലോങ്ങും ഷോർട്ടും ലീവ്സും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് നമ്മൾ സൈഡ്സ് ഒന്ന് ഷാർപ്പ് ആക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മളുടെ കയ്യിലുള്ള ഗ്രീൻ വയർ ഓർ ഗ്രീൻ സ്റ്റെം എടുത്ത് ഫസ്റ്റ് ഒരു ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് ഒരു 2 ലീവ്സ് കൊടുക്കുക, പിന്നെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും ലീവ്സും ഫ്ലവറും അങ്ങനെ ഈ ലീവ്സും ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ലീവ്സും ഫ്ലവേഴ്സും ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് ഷേപ്പ് ആക്കുകയും ചെയ്യാം. ലീവ്സും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ലീഫ് സ്ട്രക്ചർ കിട്ടും. ഫ്ലവേഴ്സും അത് ഓരോ സൈഡിലോട്ടും എല്ലാ ഫ്ലവേഴ്സും സെയിം സൈഡ് വെക്കാതെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ച് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ കാണുമ്പം നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡേസി ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഈസിയാണ്. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.